ഹായ് ഹലോ വെൽക്കം ടു ബോഗൻ ബ്ലൂംസ്. അപ്പോൾ കുറേ നാളായി ഇതുപോലത്തെ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഇപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ ഓൾറെഡി കണ്ടന്റ് ഇങ്ങനെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ഇരിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് സെയിം ആ കാര്യം തന്നെ ചോദിച്ചു. എടി നീ ഇത് എങ്ങനെ ചെയ്തേ എന്നുള്ളത് ചോദിച്ചപ്പോൾ എന്നാൽ ഇനി ഇത് വൈകിപ്പിക്കണ്ട, ഇന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്യണം, വെച്ച് താമസിപ്പിക്കണ്ടെന്ന് തോന്നി. വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ എന്തായാലും ഇപ്പോൾ കല്യാണ സീസൺ ആണല്ലേ, ചിങ്ങം മാസം, ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരു ബ്രൈഡ് ആയിട്ടുള്ളവരുണ്ടാവും. സോ അവർക്ക് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് കൺസൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ എൻഗേജ്മെന്റിന്റെ കോസ്റ്റ്യൂംസിന്റെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കോസ്റ്റ്യൂമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എനിക്ക് നേരിട്ടിട്ടുള്ള കുറച്ച് സ്മാർട്ട് മൂവ്സും കാര്യങ്ങളും ഒക്കെയാണ് എനിക്കിനകത്ത് പറയാനുള്ളത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ തീം ഏതാണ് അല്ലെങ്കിൽ സ്റ്റൈൽ ഏതാണ് എന്നുള്ളതൊന്ന് ഫിക്സ് ചെയ്യുക. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ട്രഡീഷണൽ സ്റ്റൈലും ഉണ്ട്, മോഡേൺ സ്റ്റൈലും ഉണ്ട്. നിങ്ങളുടെ ഗ്രൂമിനെയും കൂടെ ഡിസ്കഷനിലൊന്ന് ഇൻവോൾവ് ചെയ്തിട്ട് ഏത് സ്റ്റൈല് വേണം എന്നുള്ളത് ആദ്യമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുക. അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ഈവൻ നിങ്ങളുടെ ഇവന്റിന്റെ സ്ഥലത്ത് പ്ലേ ചെയ്യുന്ന മ്യൂസിക് ആണെങ്കിൽ പോലും അതുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതാവുന്നതാവും ഭംഗി. സോ അതുകൊണ്ട് ആദ്യം തന്നെ ഏത് തീം വേണം എന്നുള്ളത് നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യുക. ഇനി മോഡേൺ അല്ലെങ്കിൽ ട്രഡീഷണൽ, ഈ രണ്ടെണ്ണമാണല്ലോ ഉള്ളത്. അതിൽ തന്നെ മോഡേൺ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ബ്രൈഡൽ ഡ്രസ്സസ് റെന്റൽ ഓപ്ഷൻസിന് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്രൈഡൽ ഡ്രസ്സ് റെന്റൽ എടുക്കുന്നതാവും. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, അതും അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് പൈസ ലാഭം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഈ സംഭവം ഇത്രയും വലിയ സൈസിൽ വരുന്നതാണ്. നമ്മുടെ ഈ റിസപ്ഷൻ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല ഹെവി ആയിട്ട് നല്ല സൈസിൽ വരുന്നതാണ്. നമ്മുടെ കബോർഡിൽ അത്രയും സ്പേസ് ആണ് ഇത് വെക്കുന്നത് കൊണ്ട് വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതും കൂടെ ഓർത്തിട്ട് നിങ്ങൾ ബ്രൈഡൽ ഡ്രസ്സ് റെന്റിൽ ചൂസ് ചെയ്യുന്നതാവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനി നിങ്ങൾ ട്രഡീഷണൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെന്റൽ ഓപ്ഷൻസ് ഡ്രസ്സസിന്റെ കേസിൽ വളരെ കുറവാണ്. കാരണം ഈ ഒരു കസവ് മെറ്റീരിയലിന്റെ ഒക്കെ തന്നെ നമ്മൾ ഒന്നി കൂടുതൽ തവണ ഉപയോഗിച്ചത് തന്നെ നമുക്കറിയാം, അതിൻ്റെ ഒരു പുതുമയൊക്കെ പോയിട്ട് ഒരു വല്ലാത്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത്. സോ അതുകൊണ്ടൊക്കെ ആവാം ട്രഡീഷണൽ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സസ് റെന്റൽ ഓപ്ഷൻസ് കിട്ടുന്നത് കുറവാണ്. ഇനി അവർക്കുള്ള മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത് പർച്ചേസ് എന്നുള്ളതാണ്. പർച്ചേസിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. റെഡിമെയ്ഡ് ആവാം, മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാം. റെഡിമെയ്ഡിന് നിൽക്കാണ്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾ റെഡിമെയ്ഡ് എടുത്താൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സാധനമല്ല. അതിപ്പം ഷോൾഡറിന്റെ ഒരു സംഭവമാണെങ്കിലും നമ്മുടെ സ്ലീവ്സ് ആണെങ്കിലും ബോഡി ഫിറ്റ് ആണെങ്കിലും ഒന്നും നിങ്ങൾക്ക് മാച്ചായിട്ട് വരണം എന്നില്ല. കിട്ടിയാൽ ഓക്കെ, ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയാണ്. സോ ബെറ്റർ നിങ്ങൾ നോക്കിയിട്ട് റെഡിമെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സമയം കളയാണ്ട് ബാക്കിയുള്ള മെറ്റീരിയൽ ബ്രൗസിങ് തുടങ്ങാം. അതിൽ ട്രഡീഷണൽ ആയിട്ട് ചൂസ് ചെയ്യുന്ന സ്റ്റൈൽ ആണെങ്കിൽ, അതിൽ പർച്ചേസ് ഓപ്ഷൻ ആണെങ്കിൽ, അതിൽ തന്നെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ട്രഡീഷണൽ തീമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പർച്ചേസ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതിൽ തന്നെ റെഡിമെയ്ഡ് അല്ലാണ്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആ കോസ്റ്റ്യൂമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യത്തെ കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് റെഫറൻസ് ഇമേജസ് എടുത്ത് വെക്കുക. റെഫറൻസ് ഇമേജസ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ഒക്കെ എടുക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇൻസ്റ്റയിൽ തന്നെ ബൊട്ടീക്സിൻ്റെ പേജസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള ഒരു മോഡൽസ് കിട്ടും. അത് ചിലപ്പോൾ ഒറ്റ പിക്ക് തന്നെ ആവണമെന്നില്ല. അത് ചിലതിന് നെക്ക് പാറ്റേൺ ഇഷ്ടപ്പെടും നിങ്ങൾക്ക്, ചിലതിൻ്റെ സ്ലീവ്സ് ഇഷ്ടപ്പെടും, ചിലതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഇഷ്ടപ്പെടും. അപ്പം സെപ്പറേറ്റ് ഇമേജസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൾഡർ ആക്കി ഫോണിൽ സൂക്ഷിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സ്റ്റിച്ചിങ്ങിന് കൊണ്ട് കൊടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാനുള്ള റെഫറൻസ് ഉണ്ട്. ഇനി റെഫറൻസ് ഇമേജസ് എടുക്കുക, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ ബൊട്ടീക്സിലുള്ള ആൾക്കാരുമായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അതിന് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതിന് എത്ര രൂപയായിട്ടുണ്ട്, ഏത് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ എത്ര മീറ്റർ മെറ്റീരിയൽ വേണം, പിന്നെ എങ്ങനെയാണ് ഒരു ഓവറോൾ ഒരു ഔട്ട്ലുക്ക് സംഭവങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം അതൊന്ന് കോൺടാക്ട് ചെയ്ത് വെക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ പോവുക. ബെറ്റർ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പോവുക. ഒരുപാട് ആൾക്കാരായിട്ട് നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്യത്തില്ല. സോ
സോ വെറുതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, എന്നാൽ നമ്മുടെ കാര്യം നടക്കണം. സോ നിങ്ങൾ ഒറ്റയ്ക്ക് ബെറ്റർ, ഞാൻ പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് നിങ്ങളുടെ കല്യാണത്തിന് ഡേറ്റ് എടുത്തിട്ടുണ്ട്, മോഡൽസ് നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളക്ഷൻസ് നോക്കണം. 1-2 കടകളിൽ നിങ്ങൾ കയറി ഇറങ്ങേണ്ടി വരും, ഒരു കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് എനിക്കുള്ള പരിപാടി അതായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കാലിക്കട്ടായിരുന്നു ഞാൻ ആ സമയത്ത് നിന്നത്. ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ ആകുമ്പോഴത്തേനും ഇറങ്ങും. അവിടെയുള്ള 1, 2, 3 കടകളിൽ എൻ്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിൻ്റെ കാര്യമാകുമ്പോഴത്തേനും അവിടെ നമ്മൾ എന്നാണ് ഡേറ്റ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു വെക്കും. കാരണം കല്യാണം വലിയൊരു കച്ചവടമാണല്ലോ അവർക്ക്. സോ അതുകൊണ്ട് അത് നഷ്ടപ്പെടേണ്ട, നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയാനൊക്കെയാണ് അവർ സൂക്ഷിച്ചു വെക്കുന്നത്. അങ്ങനെ 3 കടയിൽ എനിക്ക് കയറാൻ പറ്റൂല. സോ ഞാൻ എടുത്തിരുന്നത് കസവ് കേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണ്. അത് കോഴിക്കോട് സിറ്റിയിൽ തന്നെ വരുന്ന സ്ഥലമാണ്. മെറ്റീരിയൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ബൊട്ടീക്കിലെ ആൾക്കാരോട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി സ്കേർട്ടിന് നല്ല മെറ്റീരിയൽ ബനാറസി സിൽക്ക് ആണെന്ന്. ബനാറസി സിൽക്ക് തന്നെ ഞാൻ ഓഫ് വൈറ്റ് കളറാണ് പ്രിഫർ ചെയ്തിരുന്നത്. അപ്പം അതാണ് ഞാൻ നോക്കിപ്പോയത്. അപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയല്ലോ, അതനുസരിച്ച് നോക്കിയാൽ മതി. ഷോപ്പിൽ പോയി നോക്കിയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറേ കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു കൺഫ്യൂഷൻ അടിച്ച പോലെ ഞാൻ നിന്നിട്ട് ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് എടുത്തു. എന്നിട്ട് ഞാൻ സമാധാനമായിട്ട് വീട്ടിൽ വന്നിട്ട് ആ ഫോട്ടോസ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം ചില പ്രിന്റുകളൊന്നും എനിക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടിരുന്ന സാധനം ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്ക് അവോയ്ഡ് ചെയ്ത് കളയാൻ എളുപ്പമായി. അങ്ങനെ ഒരു ഐഡിയ കിട്ടി. അതായത് വീതിയിലുള്ള ബോർഡർ ഉള്ളത് നന്നായിരിക്കും, അതുപോലെ ഗോൾഡൻ കളർ നൂല് യൂസ് ചെയ്തത് നല്ലതായിരിക്കും. അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് ഒരു ഐഡിയ കിട്ടി. നമ്മുടെ ദേഹത്ത് വെച്ച് നോക്കിയപ്പോഴും ഒക്കെ ഒരു ചേർച്ച വെച്ചിട്ട് ഒരു ധാരണയായി. അത് ബേസ് ചെയ്തിട്ട് എനിക്ക് ക്യാഷൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ അവിടെ പോയപ്പം ആ മെറ്റീരിയൽ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. പക്ഷേ ആ സെയിം അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ബനാറസി മെറ്റീരിയൽ വേറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഞാൻ എടുത്തു, നല്ല വീതിയുള്ള ബോർഡറിൽ വരുന്നത്. എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അതിൻ്റെ തന്നെ ബ്ലൗസ് മെറ്റീരിയലും കൂടെ എടുത്തിട്ട്, അതായത് അതിൻ്റെ തന്നെ അഡീഷണൽ, ഇപ്പോൾ സ്കേർട്ടിന് ഞാൻ 5 മീറ്ററാണ് എടുത്തത്. അപ്പോൾ 5 മീറ്ററിൻ്റെ കൂടെ എക്സ്ട്രാ ബ്ലൗസിനും കൂടെ എടുത്തിട്ട് അതിൽ എനിക്ക് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ കറക്റ്റ് അളന്ന് വന്നപ്പോൾ അത് 5 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ ആ തുണി. അങ്ങനെ സ്കേർട്ടിൻ്റെ കാര്യം സെറ്റായി. പക്ഷേ ബ്ലൗസിൻ്റെ കാര്യം ഇനി പെൻഡിങ് ആയിരുന്നു. അപ്പോൾ സ്കേർട്ടിൻ്റെ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്ലൗസിലേക്ക് പോകും. സ്കേർട്ടിന് നിങ്ങൾ മെറ്റീരിയൽ മാത്രം പോരല്ലോ, ലൈനിങ് വേണമല്ലോ. എനിക്ക് ലൈനിങ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയൊരു മെറ്റീരിയൽ ക്രേപ്പാണ്. നിങ്ങൾക്ക് ക്രേപ്പ് എടുക്കാം, പക്ഷേ സ്റ്റിച്ചിങ്ങിന് കൊടുക്കുമ്പം നിങ്ങൾ ബ്രൈഡാണല്ലോ, സോ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കണമല്ലോ നിങ്ങളുടെ സ്കേർട്ട്. അതുകൊണ്ട് പലരും ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ കെൻകൻ സ്കേർട്ട് നമ്മുടെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങും. ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ആ കെൻകൻ സ്കേർട്ട് ഭയങ്കര ബോറായിരിക്കും. അപ്പം നെറ്റിൻ്റെ ഒരു ഗൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള പട്ടുപാവാടയോ ഇങ്ങനത്തെയുള്ള സ്കേർട്ടിൻ്റെയൊക്കെ കൂടെ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് സ്റ്റിഫ് നെറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ഏറ്റവും നല്ല ചോയ്സ്. സ്റ്റിഫ് നെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടൻ്റെ ലൈനിങ് നിർബന്ധമായിട്ടും എടുക്കണം. 5 മീറ്റർ കോട്ടൻ്റെ ലൈനിങ് എടുക്കണം. ഞാൻ ബുട്ടീക്കിൽ സ്റ്റിച്ചിങ്ങിന് പോയ സമയത്താണ് അവർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ അവിടെ നിന്ന് എടുക്കേണ്ടി വന്നു. അതാണ് ഞാൻ പ്രതീക്ഷിക്കാതായ ഒരു എക്സ്പെൻസ്. ഒരു 5 മീറ്ററിന് 200 രൂപയായി. അതാണ് പ്രതീക്ഷിക്കാതായ ഒരു എക്സ്പെൻസ്. ബാക്കിയെല്ലാം പ്രതീക്ഷിച്ചതായിരുന്നു. പിന്നെ സ്റ്റിച്ചിങ് ഞാൻ കുറച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് ആ ബഡ്ജറ്റിനകത്ത് നിൽക്കുകയും ചെയ്തു. പിന്നെ സ്കേർട്ട് മെറ്റീരിയൽ എടുത്തു. ദെൻ അതിൻ്റെ ലൈനിങ് ഞാൻ ക്രേപ്പ് എടുത്തിരുന്നു. ക്രേപ്പ് എടുത്തതിനകത്ത് എനിക്ക് ഒരിക്കലും നഷ്ടം തോന്നില്ല. കാര്യം നല്ല കംഫർട്ട് തോന്നുന്നൊരു തുണിയാണ് ക്രേപ്പ്. അതിനുശേഷം സ്റ്റിഫ് നെറ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ 5 മീറ്റർ പിന്നെ ബൊട്ടിയിൽ നിന്ന് എടുത്തു. ഇനി ബ്ലൗസ് മെറ്റീരിയലാണ്. അപ്പം സെയിം ഓഫറിലുള്ള മെറ്റീരിയൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് സെറ്റായത് കണ്ടില്ല. സോ കളർ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ഞാൻ പോയി. അതിൽ തന്നെ ബനാറസി സിൽക്കിൽ ഭയങ്കര വർക്ക് വരുന്ന ഒരു, നമ്മുടെ സ്ലീവ് ആക്കി കഴിഞ്ഞാൽ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന വർക്കൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ഞാൻ കണ്ടു. അതിൽ തന്നെ 2 കളറ്. ഒന്ന് ഒരു ഡാർക്ക് ഗ്രീനും, രണ്ടാമത്തത് ഞാൻ ഈ വെയർ ചെയ്തിരുന്ന കോസ്റ്റ്യൂമിനകത്തുള്ള ആ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡും. അപ്പം എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഗ്രൂമിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ആളും കൂടെ നോക്കിയത് ഇഷ്ടപ്പെട്ടത്, ഒരുപാട് എന്നോട് പറഞ്ഞതും ഈ മെറൂണാണ്. അങ്ങനെ ഞാൻ മെറൂൺ ചൂസ് ചെയ്തു. അങ്ങനെ മെറൂൺ ചൂസ് ചെയ്തതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിൽ നിങ്ങൾ എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അതായത് ഹാൻഡ് വർക്ക് പുറത്ത് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ ഹാൻഡ് വർക്ക് വേണം താനും. എനിക്കിരുന്ന് ചെയ്യാൻ, ലാസ്റ്റ് മിനിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പേടി. അപ്പം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വർക്ക് ചെയ്ത മെറ്റീരിയൽ വാങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര റേറ്റ് ഒന്നും വരത്തില്ല. പ്രത്യേകിച്ച് സീക്വൻസ് വർക്ക്, ബീഡ്സ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അത്ര റേറ്റ് ഒന്നും വരത്തില്ല.
അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയലിൽ. ഇനി അങ്ങനെ ഞാൻ എടുത്തു, അതിനുള്ള കറക്റ്റ് ലൈനിങ്ങും എടുത്തു. ബ്ലൗസിന് എനിക്ക് തോന്നുന്നു കോട്ടൺ ലൈനിങ് തന്നെ വേണം എന്ന് അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തു. അപ്പം പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തൊരു കാര്യം സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബൊട്ടീക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസൈനർ സ്റ്റുഡിയോ. നിങ്ങൾ അങ്ങനെ പോകുന്നതാവും നല്ലത്. കാരണം അല്ലാണ്ട് എനിക്കിപ്പം ചിലർക്ക് നമുക്ക് സ്റ്റിച്ചിങ് നല്ല രീതിയിൽ ചെയ്തു തരും, അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ളിടത്ത് പോകാം. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ അത്ര ട്രസ്റ്റ് ഉള്ളത് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ചുമ്മാ ഒന്ന് പോയി നോക്കാൻ പറയാം, ഏറ്റവും അറിഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഡിസൈനർ സ്റ്റുഡിയോയുടെ പേര് ട്രെൻഡി ഡിസൈനർ സ്റ്റുഡിയോ, SM സ്ട്രീറ്റിലാണ് കേട്ടോ, കാലിക്കട്ടുള്ള. അവിടുത്തെ ബില്ല് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോക്കി വായിക്കുന്നത്. പേഴ്സിൽ അന്ന് എടുത്തു വെച്ചതാണ്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് സ്കേർട്ടും ടോപ്പും വേണമെന്നാണ് ഞാൻ പറഞ്ഞത് സ്റ്റിച്ചിങ്ങിന്. അതിന് എനിക്ക് എമൗണ്ട് ഇട്ടത് 1600 ഓക്കെ. നല്ല ഡിസൈനർ സ്റ്റുഡിയോ ആണ്, നല്ല ഒരുപാട് അടിപൊളി വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ആണ്. 1600 അത് പറയുന്ന റേറ്റിൽ അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ലൈനിങ് ആയിട്ടുണ്ടെന്ന്. കാരണം അവരെന്നോട് ചോദിച്ചു സ്റ്റിഫ് നെറ്റ് വെക്കണോ. സ്റ്റിഫ് നെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഒരു 300-320 രൂപയുടെ എക്സ്പെൻസേ വരുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റിഫ് നെറ്റ് വെക്കുന്നെങ്കിൽ വെക്കാം, വെക്കണ്ടെങ്കിൽ വെക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വെക്കണം. അതുകൊണ്ട് കോട്ടൺ ലൈനിങ് എടുത്തതാണ്. 5 മീറ്റർ 200 രൂപയായി. പിന്നെ സ്റ്റിഫ് നെറ്റ് ഇവർ 8 നമ്പേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് 320 രൂപ. 8 നമ്പേഴ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും സ്റ്റിഫ് നെറ്റ് കൊടുത്തത് കൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലായിട്ട് എനിക്ക് ആ ബൊട്ടീക്കിൽ നിന്ന് അത് ഡിസൈനർ സ്റ്റുഡിയോ എന്നായത് 2120 രൂപയാണ്. മെറ്റീരിയൽ എടുത്തപ്പം എല്ലാം കൂടെ ഒരു 3000 സംതിങ് ആയി. അങ്ങനെ ഒരു 6000-6000-6000-ത്തിനകത്താണ് എനിക്ക് കംപ്ലീറ്റ് ആയത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒക്കെ എൻഗേജ്മെൻറ്റ് ഏകദേശം 2-3 വർഷം മുന്നേ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഈ റേറ്റാണ് എന്നോട് പറഞ്ഞത്. എടി ഞാൻ എൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്തപ്പം ഇത്രയും ആയിട്ടുണ്ടെന്ന്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നി ഇത്രയും വർക്ക് ചെയ്ത മെറ്റീരിയലുമാണ് ഞാൻ എടുത്തത്. അപ്പം എനിക്ക് എന്തായാലും ലാഭമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഷോളും കൂടെ വേണമല്ലോ. എല്ലാവരും എന്നോട് പറഞ്ഞു ഷോള് സെയിം ആ മെറ്റീരിയലിൻ്റെ ആ ബ്ലൗസിൻ്റെ കളർ തന്നെ എടുക്കാൻ പറഞ്ഞു, മറൂൺ കളർ. അപ്പോൾ എനിക്ക് അതൊരു ഒരു ധൈര്യക്കുറവ്. അതുകൊണ്ട് ഞാൻ സെയിം സ്കേർട്ടിൻ്റെ പോലെ തന്നെ വരുന്ന ഓഫ് വൈറ്റ് മെറ്റീരിയൽ എടുത്തു, ഓഫ് വൈറ്റ് കളർ എടുത്തു. മെറ്റീരിയൽ വേറെ കോട്ടൺ വേറെ എന്തോ ആയിരുന്നു, ബനാറസി ഒന്നും ആയിരുന്നില്ല. പിന്നെ ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണി കിട്ടിയെന്നല്ല, ഞാൻ വിട്ടുപോയൊരു സംഭവം, ലാസ്റ്റ് വിട്ടുപോയതല്ല, ഞാൻ മടി കൊണ്ട് ഞാൻ ചെയ്യാണ്ടിരുന്ന സാധനമാണ്. ഷോൾ എടുത്തിട്ട് ഞാൻ അതിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചില്ല. എന്ന് വെച്ചാൽ നൂലിങ്ങനെ ഇളകി വരുന്ന രീതിയിൽ ഇരിക്കുകയായിരുന്നു ഫംഗ്ഷൻ്റെ അന്നത്തെ ദിവസം പോലും. അപ്പോൾ അത് എനിക്ക് പ്രത്യേകം നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചെയ്തില്ല, മടി കൊണ്ടിട്ട് ഞാൻ ചെയ്തില്ല. ഞാൻ തന്നെ മടക്കിയിരുന്ന് തയ്ക്കണം, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതനുസരിച്ചിട്ട് ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയും തന്നെ ഉള്ളൂ. എനിക്കിപ്പം അഫോർഡബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ട്രഡീഷണൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിന് തന്നെ പോവുക. സ്റ്റിച്ചിങ്ങിൽ തന്നെ നിങ്ങൾ ഒരുപാട് റെഫറൻസ് ഇമേജസ് എടുക്കുക. ദെൻ ബുട്ടീക്സുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ നല്ലൊരു സ്റ്റിച്ചിങ് സെൻറ്റർ കണ്ടുപിടിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനൊരു കുറച്ച് നാൾ മുന്നേ വേണം ഡ്രസ്സ് നമ്മൾ പറയാനായിട്ട്. കുറച്ച് നാളല്ല, കുറച്ചധികം നാൾ മുന്നേ വേണം പറയാൻ. കാരണം ആ ഡ്രസ്സിൻ്റെ ബ്ലൗസ് എടുത്തിട്ട് വേണം നിങ്ങൾ ഓർണമെൻറ്റ്സ്, ഇപ്പോൾ റെൻ്റലാണെങ്കിലും പർച്ചേസ് ആണെങ്കിലും ചൂസ് ചെയ്യാനായിട്ട്. ഞാൻ റെൻ്റൽ ഓർണമെൻറ്റ്സ് ആണ് എടുത്തത്. അത് കറക്റ്റ് ബ്ലൗസ് കൊണ്ടുപോയിട്ട് ആ ബ്ലൗസും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി, മാല വെച്ച് നോക്കി, കമ്മൽ നോക്കി, അങ്ങനെയാണ് ഞാൻ എടുത്തത്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ്സിൻ്റെ കാര്യത്തിലെല്ലാം കഴിഞ്ഞു. പിന്നെ ചെരുപ്പിൻ്റെ കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ ഫ്ലാറ്റ്സ് ആണ് എടുത്തത്. ഒരുപാട് നടക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട്. പക്ഷേ എൻഗേജ്മെൻറ്റിന് ഒരുപാട് നടക്കാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫ്ലാറ്റ്സ് എടുക്കണ്ട, ഹീൽസ് എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അതിന് ഈ കല്യാണത്തിന് ഉപയോഗിക്കാറുണ്ടല്ലോ എന്ന് തോന്നി. അതാണ് എനിക്കൊരു മണ്ടത്തരം പറ്റിയത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, എന്തായാലും തൊണ്ടയിട്ട് അലച്ചല്ലേ ഒരു ലൈക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഓവറോൾ നിങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. കാരണം അതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. അണ്ണാനാണോ കിളിയാണോ എന്ന് പറയും. ആ കിളിയാ. മഴയൊക്കെ മാറിയ സമയമല്ലേ, ഇപ്പം നല്ല ഫുള്ള് കിളികളുടെ ശബ്ദം.